വി ആർ ഡിസ്കസിങ് കൊട്ടോസിസ്. അപ്പോൾ കൊട്ടോസിസ് എന്ന് പറയുന്ന ടേം എന്തിനെ കുറിച്ചാണ് പറയുന്നത്, അതുപോലെ അതിന് ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. കൊട്ടോസിസ് ഡിനോട്ട്സ് ദി ഡിഗ്രി ഓഫ് പീക്കർനെസ് ഓഫ് ദ ഫ്രീക്വൻസി കർവ്. ഇറ്റ് ഡിനോട്ട്സ് ദി ഡിഗ്രി ഓഫ് പീക്കർനെസ് ഓഫ് ദ ഫ്രീക്വൻസി കർവ്. ഒരു ഫ്രീക്വൻസി കർവിൻ്റെ ഡിഗ്രി ഓഫ് പീക്കർനെസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊട്ടോസിസ് ഉപയോഗിക്കുന്നത്. അതായത് ഫ്രീക്വൻസി കർവിൻ്റെ ഷേപ്പിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ടേം ഉപയോഗിക്കുന്നത്. അതായത് മെയിനായിട്ട് ഈ ഫ്രീക്വൻസി കർവിൻ്റെ പീക്കിലുള്ള ഷാർപ്പ്നെസ് എത്രത്തോളം, അതിൻ്റെ മൂർച്ച ഷാർപ്പ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അതായത് ഇതൊരു ഫ്രീക്വൻസി കർവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പീക്കിൽ എന്താണ് അതിൻ്റെ ഷാർപ്പ്നെസ് എത്രത്തോളം ഉണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കൊട്ടോസിസ് നമ്മൾ പറയുന്നത്. അപ്പോൾ കൊട്ടോസിസ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ 0 ആവാം. ദ ഓൺലി മെഷർ ഓഫ് കൊട്ടോസിസ് ബേസ്ഡ് ഓൺ മൊമെൻറ്റ്സ്. മൊമെൻറ്റ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കൊട്ടോസിസ് മെഷർ ചെയ്യുന്നത്. അതായത് കൊട്ടോസിസ് ഈക്വൽ ടു μ4 ഡിവൈഡഡ് ബൈ σ⁴ ഇസ് ഈക്വൽ ടു μ4 ഡിവൈഡഡ് ബൈ μ2 ഹോൾ സ്ക്വയർ. അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്, ദ മെഷർ ഓഫ് കൊട്ടോസിസ് എ പ്യുവർ നമ്പർ. കൊട്ടോസിസ് എൻ്റെ മെഷർ എന്ന് പറയുന്നത് ഒരു പ്യുവർ നമ്പർ ആയിരിക്കും, അതായത് യൂണിറ്റ് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇവിടെ പറയുമ്പോൾ ഫ്രീക്വൻസി കർവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്, അതിൻ്റെ ഷാർപ്പ്നെസ് അടിസ്ഥാനമാക്കിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് ലെപ്റ്റോകൊട്ടിക്, പ്ലാറ്റിക്കൊട്ടിക്, മെസോകൊട്ടിക് എന്ന് പറയുന്ന രീതിയിൽ 3 തരത്തിൽ നമുക്ക് കൊട്ടോസിസിനെ പറയാം. അതിൻ്റെ ഫ്രീക്വൻസി കർവിനെ കുറിച്ച് പറയാം. ലെപ്റ്റോകൊട്ടിക് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഷാർപ്പ് പീക്കായിരിക്കും, അതായത് ഷാർപ്പ് പീക്കായിരിക്കും. ഓക്കെ. ദെൻ പ്ലാറ്റിക്കൊട്ടിക് ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ബ്ലണ്ട് പീക്ക്, അതായത് മൂർച്ച ഇല്ലാത്തതായിരിക്കും. ദെൻ മെസോകൊട്ടിക് ഡിസ്ട്രിബ്യൂഷൻ ആസ് എ മോഡറേറ്റ് പീക്ക്, അതിനൊരു മോഡറേറ്റ് പീക്കായിരിക്കും. ഓക്കെ, ഇതിനിടയിൽ വരുന്ന രീതിയിലായിരിക്കും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈ സിമെട്രിക്കൽ ആൻഡ് മെസോകൊട്ടിക്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സിമെട്രിക്കൽ ആവും, അതുപോലെ മെസോകൊട്ടിക് ആവാം. ഓക്കെ. സ്ക്യൂനെസ് ഇസ് ഈക്വൽ ടു അവിടെ സ്ക്യൂനെസ് ഇസ് ഈക്വൽ ടു 0, ദെൻ കൊട്ടോസിസ് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ എന്താണെന്നുള്ള ഓർത്ത് വെക്കുക. കൊട്ടോസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിനോട്ട്സ് ദ ഷാർപ്പ്നെസ് ഓഫ് ഫ്രീക്വൻസി കർവ്. ഓക്കെ. പിന്നെ ലെപ്റ്റോകൊട്ടിക്, പ്ലാറ്റിക്കൊട്ടിക്, മെസോകൊട്ടിക് എന്നുള്ള രീതിയിൽ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ.